ഓക്കെ, നമ്മൾ സെൽ കമ്മ്യൂണിക്കേഷനിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോയിലാണുള്ളത്. റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം ഒന്നുകൂടെ ഞാൻ പറയാണ്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആ ഒരു സീക്വൻസിൽ മാത്രമേ നിങ്ങളിത് കണ്ടുവരാവുള്ളൂ. ഈ വീഡിയോയിലേക്ക് നേരിട്ട് വരരുത്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നും അതുപോലെ തന്നെ ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞ ഇൻഫോർമേഷൻസ് ഞാൻ രണ്ടാമത്തെ വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയുള്ളൂ. അപ്പോൾ ആ സീക്വൻഷ്യലായിട്ട് നിങ്ങൾ പഠിച്ചു വന്നാലാണ് മനസ്സിലേക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന തരത്തിൽ നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ അങ്ങനെ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. ഇപ്പോൾ പാർട്ടായിട്ട് വരാവുള്ളൂ, സീക്വൻസ് ആയിട്ടേ വരാവുള്ളൂ, ഡിക്രീസിങ് ഓർഡറിൽ വരാവുള്ളൂ. സോ ലെറ്റ് us see the next question. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീണ്ടും ECM കുറിച്ചാണ്. Extracellular matrix comprises of various proteins and polysaccharides that assemble into an organized meshwork. This associates with the cells that produce them. Given below are few statements regarding different components of the matrix. അപ്പോൾ മാട്രിക്സിനെ കുറിച്ചുള്ള ഡിഫറെൻറ്റ് കമ്പോണൻസിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ഓപ്ഷൻ എന്താ അഡ്വാൻറ്റേജ്, കുറേ നല്ല ഓപ്ഷൻസ് കിട്ടും എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇൻഫർമേഷൻസ് നമുക്ക് ഓപ്ഷനിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ അങ്ങനെ തന്നെ പഠിക്കണം നിങ്ങൾ. ഒന്നാമത്തെ നോക്കുക നിങ്ങൾ. കൊളാജൻ ഈസ് എ മേജർ പ്രോട്ടീൻ ഓഫ് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് ആൻഡ് ഈസ് ലോങ് ആൻഡ് ട്രിപ്പിൾ സ്ട്രാൻഡഡ് ഹെലിക്കൽ സ്ട്രക്ചർ. അപ്പോൾ കൊളാജൻ്റെ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു എന്ന് പറയാം അല്ലേ. ഒരു മേജർ പ്രോട്ടീനാണ്, സംശയമൊന്നുമില്ല. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊളാജൻ, ഫൈബ്രോൺ, ആക്റ്റിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ കൊളാജൻ ഈസ് എ മേജർ പ്രോട്ടീൻ. അതിന് എത്രയുണ്ട്? ട്രിപ്പിൾ സ്ട്രാൻഡഡ് ഹെലിക്കൽ സ്ട്രക്ചറാണ് അതിൻ്റെ അപ്പിയറൻസ്. പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, ഓപ്ഷൻ റോങ് ആണ്. നൗ ഹൈല്യൂറോനാൻ, ഇത് ഞാൻ ഒന്നാമത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത മോളിക്യൂളാണ് അല്ലേ. ഹൈല്യൂറോണിക് ആസിഡ് ഓർമ്മയുണ്ടോ? ഹൈല്യൂറോണിക് ആസിഡ്. Okay, so which is produced in large quantities during wound healing, is a type of glycosaminoglycans. സംശയമില്ലല്ലോ, GAG ആയിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് നമ്മൾ പറഞ്ഞത് അത്. ഇപ്പം GAGയിൽ പ്രോട്ടീനുമായിട്ട് ലിങ്കില്ലാത്ത ഒരേ ഒരു GAG എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിൽ കാണുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഹൈല്യൂറോണിക് ആസിഡ് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. That contains sulfated sugar and is covalently linked to the core protein. ഞാനിപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഇത് മാച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഇവിടെ ക്വസ്റ്റ്യനായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ മെയിൻ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പഠിച്ച കാര്യമാണ് ഇവിടെ ഒരു ഓപ്ഷനായിട്ട് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഹൈല്യൂറോണാനായിട്ട് നമ്മൾ പറഞ്ഞപ്പോൾ അല്ലേ, GAG പറഞ്ഞപ്പോൾ ഹൈല്യൂറോണാൻ്റെ സ്പെസിഫിസിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈല്യൂറോണിക് ആസിഡിൻ്റെ സ്പെസിഫിസിറ്റി. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് ഇവിടെ നോക്കിയാൽ റോങ് ആയിട്ട് കൊടുത്തേക്കുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനം. അപ്പം ഈസി ആയിട്ട് നമുക്ക് തീരുമാനിക്കാം ഇതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതുകൊണ്ട് കറക്റ്റ് ഓപ്ഷനായിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ കൊവാലൻ്റ്ലി ലിങ്ക്ഡ് അല്ല എന്നുള്ളത് നമുക്കറിയാം. ഇനി സൾഫേറ്റഡ് ഷുഗർ ആണോ? അല്ല, ഗ്ലൂക്യൂറോണിക് ആസിഡും NSAറ്റയിൽ ഗ്ലൂക്കോസമൈനും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഈ സൾഫേറ്റഡ് ഷുഗർ എന്ന് പറയുന്നത്. അതിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഓക്കെ, ഗ്ലൂക്യൂറോണിക് ആസിഡും NSAറ്റയിൽ ഗ്ലൂക്കോസമൈനും. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും സൾഫേറ്റഡ് ഷുഗർ ഉണ്ടോ? സൾഫർ ഇല്ലല്ലോ. ഓക്കെ, അപ്പം അതുകൊണ്ട് എന്തല്ല, സൾഫേറ്റഡ് ഷുഗർ എന്ന് പറയുന്നതും റോങ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന സ്ട്രക്ചറും കൂടെ പഠിച്ചു അല്ലേ, ഹൈല്യൂറോണിക് ആസിഡിൻ്റെ സ്ട്രക്ചറും കൂടെ പഠിച്ചു. ഇത് എവിടെ പഠിക്കുന്നുണ്ടെന്ന് അറിയോ? ഞാൻ എന്തുകൊണ്ടത് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ എടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാർബോഹൈഡ്രേറ്റിൽ നിങ്ങൾ ബയോകെമിസ്ട്രിയുടെ പാർട്ടായിട്ട് പഠിക്കേണ്ട സംഗതിയാണ്. ഓക്കെ, സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അവിടെയാണ് പഠിക്കുന്നത്. അപ്പം ഹൈല്യൂറോണിക് ആസിഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഫോംഡ് ഓഫ് ഗ്ലൂക്യൂറോണിക് ആസിഡ് ആൻഡ് ഗ്ലൂക്യൂറോണിക് ആസിഡ് ആൻഡ് NSAറ്റയിൽ ഗ്ലൂക്കോസമൈൻ. ദർ ഇസ് നോ സൾഫേറ്റഡ് ഡെറിവേറ്റീവ് ഓഫ് ഷുഗർ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഇത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയത്. ഒന്ന്, സൾഫേറ്റഡ് ഷുഗർ ഇല്ല, ഓക്കെ, ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. രണ്ട്, പ്രോട്ടീനുമായിട്ട് കോവാലൻ്റ് ബോണ്ട് ഇല്ല, ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ രണ്ട് പോയിൻ്റ് ഉള്ളത് കൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഓക്കെ, നമുക്ക് അധികം വലിയ പരിചയമില്ലാത്ത, അതേസമയം നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് ലിങ്കിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മയിൽ ഉണ്ടാവേണ്ടതാണ്. സിൻഡിക്കാൻസും ഡെക്കോറിനും ഇത് രണ്ട് നമുക്ക് വലിയ പരിചയമില്ലാത്ത സംഗതികളാണ്. ഇൻ ദ സെൻസ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കുമ്പോൾ, എക്സ്ട്രാ സെല്ലുലാർ സെൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അങ്ങനെ കാര്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യാത്ത സംഗതിയാണിത്. അപ്പം സിൻഡിക്കാൻസിൻ്റെ സ്ട്രക്ചർ ഇതാണ്. നോക്കുക, നിങ്ങൾ ഒരു ട്രാൻസ് മെമ്പറൈൻ റിസപ്റ്റർ പ്രോട്ടീനാണ്. ഞാൻ ഈ ഒരു ഓപ്ഷനിൽ ഇത് വന്നതുകൊണ്ട് ഇതിൻ്റെ സ്ട്രക്ചർ പറയുകയാണ്. കാരണം കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ എന്താവും, ഈ സിൻഡിക്കാനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇത് റെക്കഗ്നൈസ് ചെയ്യണം. അങ്ങനെ നമ്മൾ പഠിക്കുന്നത്.
ഓക്കെ, അപ്പം സിൻഡിക്കാൻ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക, ഇതൊരു സൈറ്റോസോളിക് സർഫേസിൽ ഒരു ട്രാൻസ്മെമ്പറൈൻ പ്രോട്ടീനാണ്. ഒരു സൈറ്റോസോളിക് ഉണ്ട്, ഒരു മെമ്പറൈൻ സ്പാനിങ് റീജിയൻ ഉണ്ട്, ആൻഡ് എൻ എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈൻ ഉണ്ട്. ഈ എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈനിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും GAG അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 ടൈപ്പ് GAG ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഒന്ന് സൾഫേറ്റ് ഡെറിവേറ്റീവ് ആണ്. ഇപ്പം ഇതെന്ന് പറയുന്നത് ഹെപ്പാരൻ സൾഫേറ്റ് ആണ്. ഓക്കെ, അടുത്തത് ഇതെന്ന് പറയുന്നത് കോൺഡ്രോയിറ്റിൻ സൾഫേറ്റ് ആണ്. ഈ രണ്ടിനെക്കുറിച്ച് നിങ്ങൾ കാർബോഹൈഡ്രേറ്റിൽ ബയോകെമിസ്ട്രിയിൽ കാർബോഹൈഡ്രേറ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ടുവേർഡ്സ് ദ എൻഡ് പഠിക്കുന്ന സംഗതി കേട്ടോ ഇത്. ഓക്കെ, ഡിറൈവ്ഡ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഫോമിൽ പഠിക്കുന്ന സംഗതിയാണിത്. അപ്പോൾ അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുക നിങ്ങൾ. പ്രോട്ടീൻ്റെ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, ലിപ്പിഡിൻ്റെ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് പല ക്വസ്റ്റ്യൻസിൻ്റെയും ബേസ് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് മാറും. അതുകൊണ്ട് ബയോകെമിസ്ട്രി നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണേ. എനിവേ നമ്മൾ കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് എടുക്കും, എന്നാലും നിങ്ങളൊരു ബേസ് ഉണ്ടാവണം തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഈ 2 ടൈപ്പ് ഷുഗർ മോളിക്യൂൾസ്, ഡെറിവേറ്റീവ് ഷുഗേഴ്സ് ഉണ്ട്. ഒന്ന് സൾഫേറ്റ് ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള ഹെപ്പാരൻ സൾഫേറ്റും അതുപോലെ തന്നെ കോൺഡ്രോയിറ്റിൻ സൾഫേറ്റും, ഈ 2 കാര്യങ്ങളും കൂടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കുക നിങ്ങൾ, സിൻഡിക്കാൻ എന്ന് പറയുന്നത് 1, 2, 3, 4 അങ്ങനെ വൈഡ് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഓരോന്നിലെ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോട്ടീനാണ് ഇത് എന്നുള്ളത് മനസ്സിലുണ്ടാവുക. നൗ ലെറ്റ് us see what are the specific features that is mentioned. They are plasma membrane proteoglycans ആണല്ലോ അല്ലേ? പ്ലാസ്മ മെംബ്രെയിൻ പ്രോട്ടിയോഗ്ലൈക്കാൻസ്, പ്ലാസ്മ മെംബ്രെയിനിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ആൻഡ് ഗ്ലൈക്കാൻ പാർട്ടും ഉണ്ട് അല്ലേ? അപ്പം പ്രോട്ടിയോഗ്ലൈക്കാൻസ് that interact with the actin cytoskeleton and signaling molecules of the cell cortex. ഓക്കെ, അപ്പോൾ നോക്കുക നിങ്ങൾ, ആക്റ്റിൻ സ്കെലിറ്റനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, സിഗ്നലിംഗ് മോളിക്യൂൾസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ ആസ്പെക്ട് എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക. ആക്റ്റിൻ സ്കെലിറ്റനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് സിൻഡിക്കാൻ എന്നുള്ളത് പഠിച്ചു വെക്കുക. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, ഓപ്ഷൻ റോങ് ആണ്. ഓക്കെ, നമ്മളിവിടെ നേരെ ഓപ്ഷൻ എടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്, എ എന്ന് പറയുന്നത് ഓക്കെ റോങ് ആണ് സ്റ്റേറ്റ്മെൻറ്റ്, പക്ഷേ ഇവിടെ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടി ബി. പക്ഷെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് അങ്ങ് ഓപ്ഷൻ എടുക്കാൻ പാടില്ല. ഓക്കെ, വെയിറ്റ് ചെയ്യണം. എല്ലാ ഓപ്ഷൻസും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഓക്കെ, നൗ കമ്മിങ് ടു ദ ഡി ഓപ്ഷൻ, ഡെക്കോറിൻ എന്നുള്ളതാണ്. ഡെക്കോറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. നോക്കുക നിങ്ങൾ, ഇതാണ് ഡെക്കോറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് മായ്ക്കട്ടെ, അതിൻ്റെ മുകളിലേക്ക് വരുന്നതൊക്കെ ഒന്ന് മായ്ക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, കാരണം ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് അത് നിൽക്കും. ഓക്കെ, എനിവേ കൺഫ്യൂഷൻ ആവരുതല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെക്കോറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡെക്കോറിൻ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് പ്രോട്ടീനാണ്. അപ്പോൾ പ്രോട്ടീനിൽ ഒരു കോർ റീജിയൻ എന്ന് പറയുന്നത് ലൂസീൻ റിച്ച് സെഗ്മെൻറ്റും, ആൻഡ് ദിസ് ലൂസീൻ റിച്ച് സെഗ്മെൻറ്റിനെ ബൗണ്ടറി ചെയ്തിട്ട് കാണുന്ന സിസ്റ്റീൻ റിച്ച് സെഗ്മെൻറ്റ്സുമാണ്. ഓക്കെ, അങ്ങനെ സിസ്റ്റീൻ റിച്ച് ആയിട്ടുള്ള 2 സെഗ്മെൻറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ലൂസീൻ റിച്ച് ആയിട്ടുള്ള ഒരു 12 അല്ലേ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ലൂസീൻ റിച്ച് റീജിയൻസും ഉണ്ട്. ഓക്കെ, ഈ ലൂസീൻ റിച്ച് റീജിയൻസിലേക്ക് യു ക്യാൻ ഫൈൻഡ് എൻ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒലിഗോ സാക്കറൈഡ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എൻ ഗ്ലൈക്കോസിഡിക് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒലിഗോ സാക്കറൈഡ്സ് കാണാം. സിസ്റ്റീൻ റിച്ച് സെഗ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്ലൈക്കോസ് അമിനോ ഗ്ലൈക്കാൻ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ബാക്കിയുള്ള സ്ട്രക്ചറൽ ആസ്പെക്റ്റ് നോക്കണ്ട നിങ്ങൾ. ഇത് കാർബോക്സി ടെർമിനലാണ് ഇതിൻ്റെ, ഇത് എൻ ടെർമിനലാണ്. ഒരു സിഗ്നൽ പെപ്റ്റൈഡ് ഇവിടെ ഒന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റും, ഇതൊരു പ്രോ പെപ്റ്റൈഡ് ആണ്. ഓക്കെ, ഇത്രയും റീജിയൻസ് ആണ് ഇതിന് ഉള്ളത്. ഇതാണ് ഡെക്കോറിൻ എന്ന് പറയുന്ന സംഗതി. അപ്പോൾ ഈ ഡെക്കോറിൻ്റെ സ്ട്രക്ചർ ഇനി നമ്മൾ ഓർമ്മയിലുണ്ടാവണം. ഈ ക്വസ്റ്റ്യൻ കാണുന്നത് വരെ നമ്മൾ ചിലപ്പം കാര്യമായിട്ട് പരിഗണിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണത്, അത് കൃത്യമായിട്ട് ഇനി ഓർക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ എത്ര GAG ഉണ്ട്, ഒറ്റൊരു GAG മാത്രമേ ഉള്ളൂ. കാർബോഹൈഡ്രേറ്റ്സ് വേറെ ഉണ്ട്, കാരണം അത് ഒലിഗോ സാക്കറൈഡ് ഫോമിലാണ്, ഗ്ലൈക്കോസോ അമിനോ ഗ്ലൈക്കാൻ ഫോമിലല്ല. പ്യുവർ കാർബോഹൈഡ്രേറ്റ്സ്, പ്യുവർ മോണോസാക്കറൈഡ്സിൻ്റെ ഒലിഗോ സാക്കറൈഡ് ഫോമിലാണ് ഉള്ളത്. ഓക്കെ, മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ഉള്ളത് കൊണ്ട് ഒലിഗോസാക്കറൈഡ്. അപ്പോൾ ഇതിൽ പറയും നോക്കുക, ഇറ്റ്സ് എ സ്മോൾ പ്രോട്ടിയോഗ്ലൈക്കാൻ. സമ്മതിച്ചു, സ്മോൾ പ്രോട്ടിയോഗ്ലൈക്കാൻ ആണ് അല്ലേ, വളരെ ചെറുതാണ്. ഓക്കെ, ചെറിയൊരു പ്രോട്ടിയോഗ്ലൈക്കാനാണ്. കാരണം ഒരു സിംഗിൾ ഗ്ലൈക്കോസ് അമിനോ ഗ്ലൈക്കാൻ മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. പോരായിട്ട് കുറച്ച് ഒലിഗോസാക്കറൈഡ്സും, വേറെ അധികമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്മോൾ പ്രോട്ടിയോഗ്ലൈക്കാനാണ്. ദർ ഇസ് നോ
കൺഫ്യൂഷൻ ഇൻ ദാറ്റ്. സെക്രീറ്റഡ് ബൈ ഫൈബ്രോബ്ലാസ്റ്റ്, അതും പഠിച്ചു വെക്കുക. ഡെക്കോറിൻ ഈസ് സെക്രീറ്റഡ് ബൈ ഫൈബ്രോബ്ലാസ്റ്റ് സെൽ, മറന്നു പോകരുത്. ഡെക്കോറിൻ ഈസ് സെക്രീറ്റഡ് ബൈ ഫൈബ്രോബ്ലാസ്റ്റ് സെൽ ആൻഡ് കണ്ടെയ്ൻസ് 1 to 10 DAG ചെയിൻസ്. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? സ്ട്രക്ചർ കണ്ടപ്പോൾ അല്ലേ 1 to 10 DAG ഉണ്ടോ, ചെയിൻസ് ഉണ്ടോ? അവിടെ ഓൺലി സിംഗിൾ മാത്രമേ ഉള്ളൂ അല്ലേ, സിംഗിൾ DAG ചെയിൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആസ്പെക്റ്റ് ഉള്ളത് കൊണ്ട് ഇത് റോങ് ആണ്. ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണ് അല്ലേ. ഫൈബ്രോബ്ലാസ്റ്റ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്, സ്മോൾ പ്രോട്ടിയോഗ്ലൈക്കാനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്, ഓപ്ഷൻ കറക്റ്റ് ആവേണ്ടതാണ്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് എന്നുള്ളത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ആയിട്ട് ബിയും ഡിയും ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം നമുക്ക്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ റെപ്രസെൻറ്റ്സ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പം ബിയും ഡിയും ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കുക. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ? സി ആൻഡ് ഡി ഓൺലി. സി കറക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ദെൻ ബി, സി ആൻഡ് ഡി. ബിയും ഡിയും ഉണ്ട്, പക്ഷേ അതിൽ കറക്റ്റായിട്ടുള്ള സി കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സിയും ഡിയും ഇതിലും കറക്റ്റ് സി വന്നിട്ടുണ്ട്, അതുകൊണ്ട് അതിനെ ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എ ആൻഡ് ബി, ഇതിലും എ കറക്റ്റാണ്, അതുകൊണ്ട് ഇതിനെ ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബി ഓൺലി എന്ന് പറയുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇതിനെയും ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ശരിക്കും അല്ലേ. കാരണം ബി ഓൺലി അല്ല, ബി ആൻഡ് ഡി ഉണ്ട്. ബി എന്നുള്ളത് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ബി ഓൺലി മാറ്റിയിട്ട് ബി എന്ന് മാത്രമാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇത് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നോക്കിയേ, ശരിക്കും ആൻസർ എന്തുണ്ട്? ബിയും ഡിയും റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. കാരണം ബിയും ഡിയും റോങ് ആണ്, ഒരു റോങ് മാത്രമല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, ഇപ്പം അൺഫോർച്ചുനേറ്റ്ലി നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തേ പറ്റുള്ളൂ. യു ആർ അവെയർ ദാറ്റ് ബി ആൻഡ് ഡി ആർ റോങ്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള ഇല്ല. കാരണം എല്ലാ ബിയിലും ഡിയിലും വന്നിട്ടുണ്ട്, ദർ ഈസ് അറ്റ്ലീസ്റ്റ് ഒരു റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 1, 2, 3 സെലക്ട് ചെയ്യാനേ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വേറെ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് ഓപ്റ്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. 4 ഓപ്റ്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. മിക്കവാറും ഈ ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്യപ്പെടാനാണ് ചാൻസ്. റീസൺ ഇതാണ്, ഡി എന്താണ്, ഡിയും റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? പക്ഷെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അഥവാ എന്തെങ്കിലും കാരണത്താൽ ഇത് ക്യാൻസൽ ചെയ്യപ്പെടാതെ പോയാലോ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബി ഓൺലി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിടുക. ഇനി അഥവാ ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തെന്ന് വെച്ച് നിങ്ങൾക്ക് മൈനസ് മാർക്കൊന്നും പോകാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ അങ്ങനെ സെലക്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പം ഇത് പറയുമ്പോൾ നോക്കിയാൽ നിങ്ങൾ ഒരു ടാക്ടിക്സ് എന്ത് ഉപയോഗിക്കണം എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതും ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്നതിലുള്ള ഗുണങ്ങൾ എന്ന് മനസ്സിലാക്കുക. Now next question എടുക്കുകയാണെങ്കിൽ which one of the following proteins is not related to extracellular matrix? അപ്പോൾ ഓർമ്മിക്കണം നിങ്ങൾ ഇവിടെ ഇത് കാണുമ്പോൾ കാഡ്ഹെറിൻ അതൊരു പ്ലാസ്മ മെംബ്രെയിൻ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ ആണല്ലേ. സെലക്റ്റിൻ അതൊക്കെ അങ്ങനെയാണ്. വൈബ്രോനെക്റ്റിൻ വിട്രോനെക്റ്റിൻ ഇല്ല. ലാമിൻ ഓക്കെ. നിങ്ങളിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിൻ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസ് ആണെങ്കിലും അതിൻ്റെ എക്സ്ട്രാ സെല്ലുലാർ പോർഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഫിക്സഡ് ടു ദി എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്. അപ്പം എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിൻ്റെ പ്രോട്ടീൻ കോമ്പിനേഷനിൽ ഈ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസും പെടും എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മയിലുണ്ടാകുക. ആക്ച്വലി അതെന്താണ്? മെംബ്രെയിൻ പ്രോട്ടീൻസ് ആണ്. പക്ഷേ മെംബ്രെയിൻ പ്രോട്ടീൻസിൻ്റെ ആ റീജിയൻസ് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിലേക്ക് കടത്തി വെച്ചത് കൊണ്ട് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ എക്സ്ട്രാ സെല്ലുലാർ പ്രോട്ടീൻ്റെ പോർഷൻസും കൂടെ വരും അല്ലേ. മെംബ്രെയിൻ പ്രോട്ടീൻസിൻ്റെ എക്സ്ട്രാ സെല്ലുലാർ പോർഷനും കൂടെ വരും. അപ്പോൾ അതും എന്താണ്? ശരിക്കും എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിൻ്റെ പാർട്ടാണ്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ യു ക്യാൻ ജസ്റ്റ് ചൂസ് റിസപ്റ്റേഴ്സ് വിച്ച് പ്രൊജക്റ്റ് ഇൻ ടു ദി എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കാഡ്ഹെറിൻ എടുക്കാം, വിട്രോനെക്റ്റിൻ എടുക്കാം, സെലക്റ്റിനെ എടുക്കാം. ഇനി ഇവിടെ ലാമിൻ നോട്ട് റിലേറ്റഡ് ടു എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് ആണ് ചോദ്യം. അപ്പോൾ ലാമിൻ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ലാമിനുമായിട്ട് കൺഫ്യൂഷൻ ആവരുത്. വെറും തട്ടിപ്പാണി സാധനം അല്ലേ. കാരണം എന്താണ്? ലാമിൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്, ലാമിനിൻ ഡിഫറെൻ്റ് ആണ്. ലാമിനിൻ നിങ്ങൾ എവിടെ കണ്ടു? നമ്മൾ കുറച്ച് മുമ്പത്തെ വീഡിയോസിലൊക്കെ ECMൻ്റെ പാർട്ടായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ലാമിനിൻ എന്ന് പറയുന്നത് അല്ലേ. ആക്ച്വലി ലാമിൻ എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രോട്ടീനാണ്. ഓക്കെ, അതൊരിക്കലും എന്തല്ല എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിൽ എക്സ്പോസ്ഡ് ആവുന്ന പ്രോട്ടീൻസ് അല്ല. അപ്പോൾ അതുകൊണ്ട്
ലാമിനാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു ഈ ഒരു കാര്യം പഠിക്കുകയാണ്, ഇതൊരു ന്യൂക്ലിയർ പ്രോട്ടീൻ ആണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പഠിക്കുന്നത്. അതിന് വേണ്ടിയിട്ടായി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ലാമിനിനും ഡിഫറെൻ്റ് ആണ് എന്ന ആസ്പെക്റ്റ് നിങ്ങൾ പഠിച്ചു. ഓക്കെ, സോ ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് വൈൻഡപ്പ് ചെയ്യാം. കാരണം എല്ലാം ഷോർട്ട് വീഡിയോസ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പം. കുറേ വീഡിയോസ് ആകുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് അല്ലേ ഓടിച്ച് എത്താനുള്ള പാടുണ്ടാകും. ചിലപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ സംശയം തോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, ആ വീഡിയോസിൻ്റെ ഇടയ്ക്ക് തപ്പി കളിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് വീഡിയോസ് മാത്രമായിട്ട് ഇടുന്നത്. സോ ലെറ്റ് us മൂവ് ടു ദ നെക്സ്റ്റ് വീഡിയോ ടു ഡിസ്കസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്.